സോ ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണ് ലലിഗയിലെ രണ്ട് ജയൻസും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തൊരു മത്സരമായിരുന്നു. ബാർസലോണ ബെറ്റിസിനോട് ഹോമിൽ 1-1 സമനില വഴങ്ങിയപ്പോൾ റയൽ മാഡ്രിഡ് ഹോമിൽ 1-2 ഒരു തോൽവി റെലിഗേഷൻ സോൺ അഥവാ 16ാം സ്ഥാനത്തായിരുന്നു ഇന്നലെ മാഡ്രിഡ് മാച്ചിൽ മുടങ്ങുന്നതിന് മുമ്പ്. വലൻസിയ ഇപ്പോൾ 15ആയി. കിടന്ന വലൻസിയോട് തോൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. സോ ഫസ്റ്റ് തന്നെ നമുക്ക് മാഡ്രിഡ് മാച്ചിൽ നിന്ന് തുടങ്ങാം. സോ റയൽ മാഡ്രിഡ് ഇന്നലെ 3 പോയിന്റ്സ് തങ്ങളുടെ ഹോമിൽ കളയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. റയൽ മാഡ്രിഡിന്റെ മാഡ്രിഡ് ട്രീറ്റ്മെന്റ് തന്നെ ഇട്ട് സാധാരണ ഡൈയിങ് മൂവ്മെന്റ്സിൽ റയൽ മാഡ്രിഡ് ആണല്ലോ വിന്നേഴ്സ് അടിക്കാറ്. ഇന്നലെ ഡൂറോയിലൂടെ വലൻസിയ 2-1 90+6 മിനിറ്റിൽ വിന്നിംഗ് ഗോൾ നേടിക്കൊണ്ട് 3 പോയിന്റ്സ് നേടിക്കൊണ്ട് ബെർണബേയിൽ നിന്ന് പോയിരിക്കുകയാണ്. സോ നമ്മൾ പറയില്ലേ, ഈ റെലഗേഷൻ സോണിൽ നിൽക്കുന്ന ടീമുകളോട് എസ്പെഷ്യലി നമ്മളൊരു ടൈറ്റിൽ റേസിലൊക്കെ നിൽക്കുമ്പോൾ ലാസ്റ്റ് മൊമെന്റ്സ് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി തലവേദനയുള്ള കാര്യമാണ്. കാരണം അവർക്ക് ദെയർ ഈസ് സംതിങ് ടു ലൂസ് ഫോർ ദം. സോ അവർക്ക് എക്സ്ട്രാ ഓർഡിനറി എഫേർട്ട് ചിലപ്പോൾ അവരിടും. ഞാൻ ഇന്നലെ വലൻസിയ നന്നായി കളിച്ചില്ല, നല്ല ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിച്ചു റയലിനെ. പക്ഷേ റയലിന് ഈ സീസൺ നമ്മൾ കാണാറുള്ള ഒരു സംഭവമാണ്, റയൽ മാഡ്രിഡ് പല മാച്ചുകളും ടാക്ടിക്കലി അവർ കുറച്ച് സെറ്റപ്പ് ചെയ്യുന്നതിൽ ആൻസറോട്ട് ഫെയിൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് അവർ കയറി പോകാറുണ്ട്. ലാസ്റ്റ് ലെഗനസ് മാച്ചിലൊക്കെയാണ് എംബാപ്പെ ബെല്ലിംഗം ഷോ ആയിരുന്നു. ദർ ആർ സോ മെനി ഇഷ്യൂസ്. ലെഗനസിന് മേ ബി ലാസ്റ്റ് മൊമെന്റ് ഈക്വലൈസ് ചെയ്യായിരുന്നു, വേറെ വിന്നർ അടിക്കായിരുന്നു. അമ്മാതിരി ചാൻസുകൾ അവരും ക്രിയേറ്റ് ചെയ്തു. അതിന് മുമ്പത്തെ മാച്ചുകളും റയൽ മാഡ്രിഡ് ഇപ്പം പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഫീൽ വരും. പക്ഷേ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ടും കാർലോ ആൻസറോട്ടയും ടു ആൻ എക്സ്റ്റെന്റ് മാൻ മാനേജ്മെന്റും രക്ഷോട്ട് പോകാറുണ്ട്. സോ ഇന്നലത്തെ മാച്ചിൽ പക്ഷേ രണ്ടും നടന്നില്ല. ഇന്നലെ 3.47ഓളം റയൽ മാഡ്രിഡിന്റെ XG ഉണ്ടായിരുന്നു. 21 ഷോട്ട് എടുത്തു, 9 ടാർഗറ്റ്, 4 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 മിസ് ചെയ്തു. മമർദാഷ്വലി വേഴ്സസ് റയൽ മാഡ്രിഡ് എന്ന ചില സിറ്റുവേഷൻസിൽ ഇന്നലെ കിലിയൻ എംബാപ്പെ എങ്ങനെ ഒരു ഗോൾ സ്കോർ ചെയ്തതെന്ന് അറിയത്തില്ല. കാരണം ധാരാളം ഗുഡ് ഗോൾ സ്കോറിംഗ് സിറ്റുവേഷൻസിലോട്ട് കിലിയൻ എംബാപ്പെ എത്തി. വിനീഷ്യസ് ജൂനിയർ പെനൽറ്റി ഉൾപ്പെടെ വേറെ കുറെ സിറ്റുവേഷൻസ് വിനീഷ്യസ് ജൂനിയർ ഉണ്ടായിരുന്നു. ഈവൻ ലൂക്കാസ് വാസ്കസ് ഹാസ് എ ചാൻസ് ടു സ്കോർ. വാൽവേഡയ്ക്ക് ചാൻസ് ഉണ്ടായിരുന്നു, ബെല്ലിംഗമിനുണ്ടായിരുന്നു, എല്ലാവർക്കും ഇന്നലെ ചാൻസ് ഉണ്ടായിരുന്നു. വാൽവേഡയുടെ ഒരു പോയിന്റ് ബ്ലാങ്ക് സേവ് നമ്മൾ നോക്കാനായിട്ടാണ് മമർദാഷ്വലി നടത്തുന്നു. സോ ദെയർ വെയർ ചാൻസസ്. റയൽ മാഡ്രിഡ് ഇന്നലത്തെ മാച്ച് ഈവൻ തോ നന്നായിട്ടല്ല കളിച്ചെങ്കിലും പ്രോബ്ലി 3-1 4-1 മേ ബി റയൽ മാഡ്രിഡ് ഇതിന് മുമ്പ് ജയിച്ച പല മാച്ചുകളും ഉണ്ട്. അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ചാൻസുകളും മേ ബി ഒഫൻസീവ്ലി കൂടുതൽ സംഭവങ്ങളും റയൽ മാഡ്രിഡ് ക്രിയേറ്റ് ചെയ്ത് ഇന്നലത്തെ മാച്ചിൽ. പക്ഷേ കൺവേർട്ട് ചെയ്യാനായിട്ട് റയൽ മാഡ്രിഡിന് സാധിച്ചില്ല. സോ ഇന്നത്തെ മാച്ചിൽ കിലിയൻ എംബാപ്പെ ഒരു പെനൽറ്റി ഗെയിമിന്റെ തുടക്കത്തിൽ തന്നെ വിൻ ചെയ്യാണ്. മേ ബി ഒരു സോഫ്റ്റ് കോൾ എന്ന് പറയാം. അവിടെ വിനീഷ്യസ് ജൂനിയറിന്റെ ആ പെനൽറ്റി വരുവാണ്. സോ നമുക്കറിയാം സീസണിലെ ക്രൂഷ്യൽ മൊമെന്റ്സ് ആണ്. ഓരോ പോയിന്റ്സും വിലപ്പെട്ടതാണ്. സോ ഓരോ ഗോൾസും വിലപ്പെട്ടതാണ്, ഓരോ മൊമെന്റ്സും വിലപ്പെട്ടതാണ്. സോ വിനീഷ്യസ് ജൂനിയർ പ്രഷർ സിറ്റുവേഷനിൽ പെനൽറ്റി എടുക്കുന്ന കാര്യത്തിൽ വലിയ എക്സ്പെർട്ട് അല്ല എന്ന് ഉള്ളൊരു മേ ബി ഒരു ഫാക്ട് ആയിക്കൊണ്ട് പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ടീമിലെ ഏറ്റവും ബെസ്റ്റ് പെനൽറ്റി ടേക്കർ നമ്മൾ നോക്കാനായിട്ടാണ് കിലിയൻ എംബാപ്പെ. വേൾഡ് കപ്പ് ഫൈനൽ ഉൾപ്പെടെ 3 പെനൽറ്റീസ് സ്കോർ ചെയ്ത കിലിയൻ എംബാപ്പെ പിച്ചിലുള്ളപ്പം പുള്ളിയാണ് പെനൽറ്റി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ലൂക്കാസ് വാസ്കസ് ആ സമയത്ത് പിച്ചിലുണ്ട്, അവരിൽ ആരെങ്കിലും എടുക്കണം, എസ്പെഷ്യലി ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ മൊമെന്റ്സിൽ എന്നുള്ളൊരു ഫാക്ട് ആണ്. സോ വിനീഷ്യസ് ജൂനിയറിന്റെ ആ ഒരു പെനൽറ്റി വളരെ വീക്കായിരുന്നു. വളരെ വീക്ക് എന്ന് പറഞ്ഞാൽ വളരെ വീക്ക്. ഈവൻ പുള്ളി കിക്ക് എടുക്കാൻ പോകുമ്പോഴേ ആ ഒരു ഡയറക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങോട്ട് അടിക്കാൻ പോകുന്നത്, അങ്ങോട്ട് അടിച്ചാൽ അത് ഒട്ടും പവർ ഇല്ലാതെ പതുക്കെ ഉരുട്ടി ഒരു സാധനം മമർദാഷ്വലി ഈസി ആയിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നു. സോ കിലിയൻ എംബാപ്പെ ഷുഡ് ബി ദ പെനൽറ്റി ടേക്കർ എന്നുള്ളൊരു കാര്യം വീണ്ടും അടിവരയിട്ട് പ്രൂവ് ചെയ്യണം. ഹി ഷുഡ് ടേക്ക് ഇറ്റ്. കിലിയൻ എംബാപ്പയാണ് ടീമിന്റെ പെനൽറ്റി എടുക്കേണ്ടത്. സോ അവിടെ നിന്ന് നമ്മൾ നോക്കാനായിട്ടാണ് പിന്നീട് ഒരു സെറ്റ് കോർണർ ത്രൂ റയൽ മാഡ്രിഡ് ഗോൾ കൺസീഡ് ചെയ്യുകയാണ്. നെക്സ്റ്റ് മാച്ച് ആർസണലിന് അഗേൻസ്റ്റ് ആണ്. അവർ കോർണേഴ്സിൽ സൂപ്പർബാണ്, ഗോൾ സ്കോർ ചെയ്യുന്നതിൽ. ആ സമയത്ത് റയൽ മാഡ്രിഡ് ധാരാളം ഗോളുകൾ, എനിക്കൊന്ന് ലലീഗയിൽ തന്നെ സെറ്റ് കോർണേഴ്സ് ത്രൂ ഏറ്റവും കൂടുതൽ ഗോൾ കൺസീഡ് ചെയ്ത സൈഡുകളൊന്നാണ് റയൽ മാഡ്രിഡ്. സോ റയൽ മാഡ്രിഡ് വീണ്ടും കോർണർ ത്രൂ ഗോൾ കൺസീഡ് ചെയ്യുകയാണ്. പിന്നീട് മാഡ്രിഡ് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. എംബാപ്പയും ബെല്ലിംഗമും വാൽവേഡയും വിനിയും എല്ലാം ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. മമർദാഷ്വലിയുടെ നല്ല സേവ് വരുന്നു, ചില മിസ്സുകൾ വരുന്നു. റയൽ മാഡ്രിഡിന്റെ ദിവസം അല്ലാന്നൊരു ഫീൽ വരുന്നു. അങ്ങനെ സെക്കൻഡ് ഹാഫ് വരുവാണ്. സെക്കൻഡ് ഹാഫിൽ ഒരു കോർണർ കിക്ക് സിറ്റുവേഷൻ ത്രൂ ഫാർ പോസ്റ്റിൽ നമ്മൾ നോക്കാനായിട്ടാണ് വിനീഷ്യസ് ജൂനിയർ വന്ന് ഫിനിഷ് ചെയ്ത് 50ാം മിനിറ്റിൽ 1-1 ആക്കുവാണ്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് മാഡ്രിഡ് നോക്കി ചെയ്യുന്നുണ്ട്. ആ വാൽവേഡയുടെ ഒരു സൂപ്പർ സാധനം, സൂപ്പർ നല്ലൊരു കിട്ടില്ലൻ സേവ്, ഒരു അന്യായ സേവ് മമർദാഷ്വലി നടത്തുന്നു. പിന്നീട് ബെല്ലിംഗമിന് ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പുറത്ത് വലൻസിയ ട്രാൻസിഷനിൽ 1-2 സിറ്റുവേഷൻ ഹേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ബട്ട് നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡ് ഡിഫെൻസീവ്ലി വീണ്ടും ഇന്നലെയും ചൗമനിയും റുഡിഗറും ആയിരുന്നു. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സെന്റർ ബാക്സ് ലൂക്കാസ് വാസ്കസ്, ഫ്രാൻ ഗാർഷ്യ. എനിക്ക് തോന്നുന്നില്ല ആർസണൽ അഗേൻസ്റ്റ് ലൂക്കാസ് വാസ്കസും ഫ്രാൻ ഗാർഷ്യ അറ്റ് എ ടൈം ഇറങ്ങിയാൽ ആർസണൽ മിക്കവാറും എക്സ്പ്ലോയിറ്റ് ചെയ്യും. എസ്പെഷ്യലി സാക്കെ റിട്ടേൺ ആയ സ്ഥിതിക്ക് ട്രൊസാഡും ഒക്കെ ഉണ്ട് അവിടെ. സോ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഈസി. ഡിഫെൻസീവ്ലി റയൽ മാഡ്രിഡ് വീണ്ടും ട്രാൻസിഷനിൽ ഇഷ്യൂസ് ഉണ്ട്, കുറച്ച് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ട്. നമ്മൾ നോക്കാനായിട്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ഇറക്കാനായിട്ട്. മേ ബി ഗൂളർ ലാസ്റ്റ് മൊമെന്റ്സ് ഇറങ്ങുന്നുണ്ട്. ഗൂളറിനെ എന്തുകൊണ്ട് കുറച്ചുകൂടെ നേരത്തെ ഇറക്കുന്നില്ല എന്നൊരു ക്വസ്റ്റ്യൻ. ഗൂളർ ഇറങ്ങിയതിനു ശേഷം റയൽ മാഡ്രിഡ് കുറച്ചുകൂടെ പോസിറ്റീവ് ഇന്റന്റ് കാണിക്കുന്നുണ്ട്. മേ ബി ആർസണലിന് അഗേൻസ്റ്റ് മോഡ്രിച്ച് സ്റ്റാർട്ട് ചെയ്യണോ, ഗൂളർ സ്റ്റാർട്ട് ചെയ്യണോ, അതോ മോഡ്രിച്ചിനെ അവിടെ നിന്ന് മാറ്റണോ? മേ ബി ആ ഇന്റൻസിറ്റി മോഡ്രിച്ച് താങ്ങുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മേ ബി നമുക്ക് ചോദിക്കാം. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 1-1 സമനിലയിൽ പോകുന്നു. ഓക്കെ, 1 പോയിന്റ്സ് മാഡ്രിഡ് നേരത്തുള്ള 2 പോയിന്റ്സ് ബോട്ടിൽ ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ നിന്നെടുത്ത് 90+6 മിനിറ്റിൽ
നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ട്രാൻസിഷനിൽ പോയി വലൻസിയ ഗോൾ സ്കോർ ചെയ്യണം, അതും ക്രോസ് വരികയാണ്, ഡൂറോയുടെ ഹെഡർ ത്രൂ 2-1 ആക്കുകയാണ്. സോ 3 പോയിന്റ്സ് നേടിക്കൊണ്ട് വലൻസിയ ബെർണബേ വിടുവാണ്. സോ ക്രൂഷ്യലായിട്ട് കിട്ടേണ്ട ഒരു 3 പോയിന്റ്സ് ആയിരുന്നു, എസ്പെഷ്യലി ഇത്ര മോശം ഫോമിൽ പൊക്കോണ്ടിരിക്കുന്ന വലൻസിയക്ക് അഗേൻസ്റ്റ്. ദേ ഷുഡ് ഹാവ് വോൺ. ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു, സിറ്റർ മിസ്സുകൾ നടത്തി, പെനൽറ്റി ഉൾപ്പെടെ. സോ മാഡ്രിഡ് 3 പോയിന്റ്സ് കളയുന്നു. അപ്പുറത്ത് ബാർസലോണ ഫാൻസ് ഹാപ്പി ആവുന്നു, ബെറ്റിസിനെ അഗേൻസ്റ്റ് 3 പോയിന്റ്സ് നേടുവാണെങ്കിൽ 3 പോയിന്റ് എന്നുള്ളത് 6 പോയിന്റ് ആക്കി മാറ്റാനായിട്ട് ബാർസലോണയ്ക്ക് സാധിക്കും എന്നുള്ള ഒരു പോസിറ്റീവ് ഇന്റന്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ബാർസലോണ നമുക്കൊരു ഫീൽ ഉണ്ടായിരുന്നു ഗോയിങ് ടു ബി ഈസി. കാരണം ലാസ്റ്റ് 5 മാച്ചുകളായിട്ട് അൺബീറ്റൺ റണ്ണി വരുന്ന ബെറ്റിസ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആന്റണി വന്നതിന് ശേഷം 11 6 സ്ഥാനത്തോട്ട് വരുന്നു. ആൻഡ് ബാർസലോണ 9 ദിവസത്തിനിടയിലെ 4ാമത്തെ മാച്ചാണ്. സോ നമ്മൾ നോക്കാനായിട്ടാണ് ഹ്യൂമൻലി കുറെ ഇഷ്യൂസ് ഉണ്ട്. ആൻഡ് ഇന്നത്തെ മാച്ചിൽ നമുക്ക് ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു, മേ ബി അടുത്ത ഡോർട്ട്മുണ്ട് മാച്ച് മനസ്സിലുണ്ടോ. ഇന്നലെ ഹാൻസി ഫ്ലിക്ക് ആണെങ്കിലും 1-1 നിൽക്കുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നേരത്തെ തന്നെ ഫ്രാങ്കി ഡിയോങ്ങിനെ മാറ്റുന്നു. പെഡ്രീനെ ഈവൻ ദോ നമ്മളൊരു ഗോളിന് വേണ്ടി നോക്കുമ്പോഴാണ് നമ്മുടെ ബെസ്റ്റ് പ്ലെയറായ പെഡ്രീനെ പിച്ചിൽ നിന്ന് വലിക്കുന്നു. കാരണം ബൊറുസിയ ഡോർട്ട്മുണ്ട് മാച്ച് മനസ്സിലുണ്ടായിരുന്നു, അത് ക്ലിയർലി വിസിബിൾ ആയിരുന്നു. ആൻഡ് യമാൽ തുടങ്ങി ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമുള്ള 4 മാച്ചും യമാൽ ഓൾമോസ്റ്റ് 90 മിനിറ്റ്സ്, ഏതോ 1-2 മാച്ചുകളിൽ ലാസ്റ്റ് 5-10 മിനിറ്റ് റെസ്റ്റ് കിട്ടിയത് ഒഴിച്ചു നിർത്തിയാണ് കണ്ടിന്യൂസ് ആൾ കളിച്ചിട്ടുണ്ട്. ഇന്നലെ ഫുൾ ടൈം കളിക്കുന്നു, യമാൽ ഡ്രെയിൻഡ് ആവുന്നു. ആൻഡ് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ഫെറാൻ ടോറസ് അസിസ്റ്റിലൂടെയാണ് ബാർസലോണ ലീഡ് എടുക്കുന്നത്. ഗ്യാവി തന്റെ ഫോർമർ ചൈൽഡ്ഹുഡ് ക്ലബായ അതായത് ചൈൽഡ്ഹുഡിൽ ആൾ കളിച്ചുകൊണ്ടിരുന്ന ബെറ്റിസിനെ അഗേൻസ്റ്റ് ഗോൾ സ്കോർ ചെയ്യാണ്. ആൻഡ് ഗ്യാവിയുടെ പെർഫോമൻസ് കിടിലായിരുന്നു. ആൻഡ് 1-0 ലീഡ് എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു അനാവശ്യ കോർണർ നമ്മൾ കൺസിഡർ ചെയ്യണം. മേ ബി അവിടെ ബോൾ നമ്മൾ അങ്ങോട്ട് നമ്മുടെ കാലിൽ കിടന്ന ബോൾ ബെറ്റിസിന് അങ്ങോട്ട് കൊടുക്കുന്നു. ആന്റണി ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുന്നു. അവിടെ കുബാസി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ, മേ ബി അവിടെ കോർണർ കൺസിഡർ ചെയ്യണം, ത്രോ കൺസിഡർ ചെയ്യാൻ. ഓക്കെ, അവിടെ കോർണർ കൺസിഡർ ആവുന്നു. പിന്നീട് ആ കോർണർ വരുന്നു, അറോഹോന്റെ അഗെയിൻ പുവർ പീസ് ഓഫ് മാർക്കിംഗ്, ഹെഡർ ത്രൂ അവർ ഈക്വലൈസ് ചെയ്യുകയാണ്. ആൻഡ് ഫസ്റ്റ് ഹാഫിൽ നമ്മൾ അതിനുശേഷം ഇഷ്ടം പോലെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ബെറ്റിസ് ആ ഒരു ചാൻസ് ഒരിക്കൽ ഫസ്റ്റ് ഹാഫിൽ ഒന്നും കാര്യമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ഫസ്റ്റ് ഹാഫ് നമ്മുടെ കൗണ്ടർ പ്രസിംഗ് ടോപ്പ് നോച്ച്. ഇന്നലെ പക്ഷേ നമുക്ക് സംതിങ് വാസ് മിസ്സിങ്. ടീമിന്റെ ബാലൻസ് ആണോ എന്തോ ഒരു മിസ്സിംഗ് ഉണ്ടായിരുന്നു. അറോഹോ കുബാർസിയാണ് ഇന്നലെ ബാക്ക് ലൈനിൽ അറ്റ് എ ടൈം സ്റ്റാർട്ട് ചെയ്ത്. അവിടെ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സർട്ടൻ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പെഡ്രി ഡിയോങ് ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് കുറച്ച് സ്ലോപ്പ് ചെയ്യാൻ പിന്നിൽ ഗെയിമിലോട്ട് വരുന്നു. ഡിയോങ്ങും ഗ്യാവിയും പെഡ്രിയും ഗെയിം ഡോമിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. യമാൽ ഫസ്റ്റ് ഹാഫ് വലിയ കുഴപ്പമില്ലായിരുന്നു. ഫെറാൻ ടോറസ് അത്യാവശ്യം ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നു. ആ ഫെറാൻ ടോറസിന്റെ അസിസ്റ്റ് ഒക്കെ ഗ്യാവിക്ക് കൊടുത്തത് ഒരു 1-1.5 ടച്ച് ആയിരുന്നു, അതൊന്നും പറയാനായിട്ടില്ല, സൂപ്പർ സാധനമൊക്കെ ആയിരുന്നു. സോ നമ്മൾ ഗെയിമിനോട്ട് വരുന്ന ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ 1 vs 2, അതായത് 2 vs 1 സിറ്റുവേഷൻ, അവരുടെ ഡ്യൂറി ഡിഫൻഡറെ നമ്മുടെ 2 സ്ട്രൈക്കേഴ്സ് സിറ്റുവേഷൻ ഒക്കെ ഫസ്റ്റ് ഹാഫ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ നമ്മൾ പലപ്പോഴും നല്ല ഗോൾ സ്കോറിംഗ് പൊസിഷനിലോട്ട് എത്തിയിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല. ഇന്നത്തെ മാച്ചുകളാണെങ്കിലും ഇപ്പൊ യമാന്റെ ചില ഡിസിഷൻ മേക്കിംഗ് വാസ് പോർ. ഞാൻ യമാൻ ഒരിക്കലും കുറ്റം പറയത്തില്ല, ഈ പുള്ളി ഡ്രെയിൻഡ് ആണ്. ഇതിന് 32 തവണയോളം യമാൽ ബോൾ യൂസ് ചെയ്തു. പക്ഷേ വി ആർ ക്ലിയർലി സി പുള്ളി ഫറ്റീഗ്ഡ് ആണ്. പിന്നെ നമുക്കറിയാം എല്ലാ മാച്ചും അന്യായ പെർഫോമൻസ്. ആൻഡ് ഇന്നലെ ആൾ ഡ്രിബിളും ചാൻസും എല്ലാം ക്രിയേറ്റ് ചെയ്തു. പക്ഷേ ഡിസിഷൻ മേക്കിംഗ് ഫൈനൽ തേർഡിൽ കുറച്ച് ഇഷ്യൂസ് ആയിരുന്നു. കാരണം ബാക്ക് ടു ബാക്ക് മാച്ചസ് ആയിട്ട് കുറച്ച് ഫ്രസ്ട്രേറ്റ് ചെയ്യുന്ന കാര്യം, ഈവൻ ഈ സീസൺ ഓവറോൾ നമ്മളൊരു 50% പോലും നമ്മളൊരു മാച്ച് ക്രിയേറ്റ് ചെയ്ത ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിനും ഫസ്റ്റ് ഹാഫിൽ നമ്മൾ ഗെയിം കില്ല് ചെയ്യേണ്ടതാണ്. 1-0 സ്ഥാനത്ത് 2-0 3-0 ആക്കി ഗെയിം കില്ല് ചെയ്യേണ്ടതാണ്. സെക്കൻഡ് ഹാഫിൽ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് കണ്ടാണ്. ഇന്നലത്തെ മാച്ച് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 2-1 3-1 ഫസ്റ്റ് ഹാഫിലാക്കേണ്ടതാണ്. അമ്മാതിരി ചാൻസുകൾ ലെവൻഡോസ്കിക്ക് കിട്ടി, ഫെറാന് കിട്ടി, യമാൻ ഇഷ്ടം പോലെ കിട്ടി. സോ ചാൻസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ 3-1 കംഫർട്ടബിൾ ആയിട്ട് ഫസ്റ്റ് ഹാഫ് ആക്കായിരുന്നു. പക്ഷെ നമ്മൾ കൺവേർട്ട് ചെയ്തില്ല. അതാണ് വറി ചെയ്യുന്ന കാര്യം. കാരണം ഇനി വരാൻ പോകുന്ന ഡിഫിക്കൽട്ട് ഫിക്ചറാണ്. വലഡിയോൾഡ് എവേ, മയോർക്ക ഹോമാണ്, അത്ലറ്റിക് ക്ലബ് ബിൽബാവോ എവേ, എസ്പാനിയോൾ എവേ, ഇങ്ങനത്തെ ഡിഫിക്കൽട്ട് ഫിക്ചർ. പിന്നെ ഡോർട്ട്മുണ്ട് വരുന്നു. ഡോർട്ട്മുണ്ട് കടന്നാൽ ഇന്റർ മിലാനോ ബയൺ മ്യൂണിക്കോ വരാം. ഫൈനലിൽ അനദർ ബിഗ് ടീം വരാൻ കടക്കുവാണെങ്കിൽ. സോ ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ 1-2 ഹാഫ് ചാൻസുകളായിരിക്കും കിട്ടുക, അത് കൺവേർട്ട് ചെയ്യണം. അതേസമയം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസുകൾ കൺവേർട്ട് ചെയ്യാത്തത് കുറച്ച് വറിയിങ് ആണ്. ഈവൻ തോ നമ്മൾ 3-4 ഗോളുകൾ സ്കോർ ചെയ്യുന്ന മത്സരത്തിൽ നമ്മൾ 6-7-8 ഗോളുകൾ ഈസിയായിട്ട് സ്കോർ ചെയ്യുന്ന മത്സരങ്ങളുണ്ട്. സോ ലാസ്റ്റ് 2 മാച്ചിൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഗെയിം കില്ല് ചെയ്യേണ്ടത് നമ്മൾ കില്ല് ചെയ്യുന്നില്ല. നമ്മുടെ ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് പോറാണ്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഷോട്ട് എടുക്കേണ്ടപ്പോൾ എടുക്കുന്നില്ല. ഇപ്പൊ നമ്മുടെ ഫുൾ ബാക്സ് ജൂൾസ് കുണ്ടേയും ബാളുടെയും ചില സിറ്റുവേഷൻസിൽ ഷോട്ട് എടുക്കേണ്ട സിറ്റുവേഷൻ ഉണ്ട്, അവിടെ നിന്ന് എടുക്കുന്നില്ല. അവരെ കട്ട് ചെയ്യാൻ നോക്കുന്നു, പാസ് കൊടുക്കാൻ നോക്കുന്നു. അതേസമയത്ത് ചില സിറ്റുവേഷൻസിൽ പാസ് ചെയ്യേണ്ട സമയത്ത് കട്ട് ചെയ്തിട്ട് മേ ബി 1 or 2 എക്സ്ട്രാ ടച്ചസ് എടുക്കുന്നു, ബോൾ ഒന്ന് ഡിലേ ചെയ്യുന്നു, പുവർ ഡിസിഷൻ ആയിരുന്നു ഫസ്റ്റ് ടൈം. ചില സമയത്ത് റിലീസ് ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്നില്ല, ചില സമയത്ത് ഷോട്ട് എടുക്കേണ്ട സമയത്ത് റിലീസ് ചെയ്യാനായിട്ട് നോക്കുന്നു. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻ നമ്മൾ ഫൈനൽ തേർഡിൽ എത്തിയിട്ട് കൺഫ്യൂസ് ആവുന്നത് കുറച്ച് വറിയിങ് ആയിട്ടുള്ള കാര്യമാണ്. ഹാൻസി ഫ്ലിക്ക് അവിടെ ഇമ്പ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നേ പറ്റും. സോ ഇന്നലെ മേ ബി 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തതിൽ ഞാൻ ഡിസപ്പോയിന്റഡ് ആണ്, ഫ്രസ്ട്രേറ്റഡ് അല്ല. കാരണം ഇറ്റ്സ് അണ്ടർസ്റ്റാൻഡബിൾ. ബെറ്റിസ് അത്യാവശ്യം നല്ല ഫോം ഇരിക്കുന്ന സൈഡാണ്. ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവർ ഫുൾ ബാക്സ് ആണ് ടക്ക് ഇൻ ചെയ്ത് വളരെ ഇപ്പൊ സെക്കൻഡ് ഹാഫിലോട്ടൊക്കെ ആയപ്പോഴേക്കും അവർ
ഡിഫെൻസീവ്ലി സോളിഡ് ആവുക, മിഡ് ബ്ലോക്കും ലോ ബ്ലോക്കും സെറ്റ് ചെയ്ത് ഒരു പോയിന്റുമായിട്ട് പോവുക. അത് തന്നെയാണ് പെലഗ്രിനി പ്ലാൻ ചെയ്തത്. കർഡോസെ, മൾട്ടിമിയറെ, ഇപ്പം ഫൊർലാൻസ് ആണെങ്കിലും ഇപ്പം കർവാലോനെ അവസാനം വില്യം കർവാലോനെ അവസാനം ഇറക്കി. സോ റൂബിയാലാക്കി ആണെങ്കിലും കിഡിലം പ്ലേയേഴ്സാണ്. അവരൊക്കെ പ്രോപ്പറായിട്ട് തന്നെ ഡിഫെൻസീവ് സോളിഡാറ്റി കൊണ്ടിരുന്ന ടീമാണ്. ഈവൻ സെക്കൻഡ് ഹാഫിലും നമ്മൾ പെഡ്രീനെയൊക്കെ മാറ്റി, ഫെർമിൻ ലോപ്പസ് വന്നു, എറിക് ഗാർഷ്യനെ ഇറക്കി, ഡിയോങ്ങിനെ മാറ്റി. കാരണം ക്ലിയർലി ഡോർട്ട്മുണ്ട് മാച്ച് പുള്ളിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സ് ആയ ഡിയോങ്ങിനും പെഡ്രിയും പുള്ളി ഈവൻ തോ നമുക്കൊരു ഗോൾ വേണ്ട സിറ്റുവേഷൻ ആണെങ്കിലും മാറ്റിയത്. ആ കാര്യം വിസിബിൾ ആയിരുന്നു. ആൻഡ് നമ്മൾ സെക്കൻഡ് ഹാഫിൽ ഈവൻ തോ ഫസ്റ്റ് ഹാഫിന് അത്ര ക്രിയേറ്റ് ചെയ്തില്ലെങ്കിലും ചാൻസുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഒന്ന് രണ്ട് ഫെർമിൻ ലോപ്പസ് ഇറങ്ങിയതിന് ശേഷം നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാക്കി, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. പക്ഷെ നമ്മൾ ജൂൾസ് കുണ്ടയ്ക്ക് കിട്ടിയ ഒരു ചാൻസ്, വേറെ ഒന്ന് രണ്ട് സിറ്റുവേഷൻ ഇവൻ ഫെർമിന് കിട്ടിയ ഒരു ചാൻസ്, അത് നമ്മൾ റഫീനയ്ക്ക് കിട്ടിയ 2 ഹാഫ് ചാൻസ് എന്ന് പറയുമ്പോൾ ഹി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. ഈവൻ യമാലിന് സെക്കൻഡ് ഹാഫിൽ ചാൻസുകൾ ഉണ്ടായിരുന്നു, ലെവൻഡോസ്കിക്ക് ഒരു ഹാഫ് ചാൻസ് ഉണ്ടായിരുന്നു. സോ മേ ബി ഏതെങ്കിലും ഓർമ്മ ഈവൻ ലാസ്റ്റ് അറ്റാക്ക് ഇൻ ദ മാച്ചിന് നമ്മളൊരു ചാൻസ് ക്രിയേറ്റ് ചെയ്തു. സോ ഏതെങ്കിലും ഒന്ന് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ 2-1 വിക്ടറി ആയിട്ട് പോയെന്ന്. പക്ഷെ വന്നില്ല. ഇറ്റ് ഹാപ്പൻസ്, അത്രേ പറയുന്നുള്ളൂ. അനദർ വറിയിങ് തിങ് റഫീനയുടെ കാര്യമാണ്. ഇപ്പൊ റഫീനയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ അർജന്റീന മാച്ചിന് ശേഷം ആള് ഭയങ്കരമായിട്ട് ഡൗൺ ആയ പോലെ പോകുന്നുണ്ട്. ഇന്നലെ ആള് ബെഞ്ചിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം നല്ല ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് മാച്ചിൽ ആൾ വർക്ക് ലോഡ് മറ്റോ കൊടുത്തു, പക്ഷെ ഫൈനൽ തേർഡിൽ ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു. സോ ഡോർട്ട്മുണ്ട് മാച്ച് ക്രൂഷ്യലാണ്. ഡോർട്ട്മുണ്ട് മാച്ചിലും റഫീന ഡൗൺ ആണെങ്കിൽ ഇറ്റ്സ് എ തിങ് ടു വറി. കാരണം അർജന്റീന മാച്ചിന് ശേഷം അനാവശ്യമായിട്ട് ആ ഒരു ടെൻഷനും പ്രഷറും ആ ഒരു എന്താ പറയുക മെന്റൽ ഫറ്റീക്നെസ് ആളുടെ ഉള്ളിൽ കയറിയോ, ആൾ ഡിസപ്പോയിന്റഡ് ആണോ, ആൾ മാച്ചിന് ശേഷം ചെന്ന് റെഫറീസുമായിട്ടും മറ്റുമൊക്കെ ആർഗ്യൂ ചെയ്യുന്നത് നമ്മൾ കണ്ടു, ഫ്ലിക്ക് പിടിച്ച് മാറ്റുന്നത് നമ്മൾ കണ്ടു. സോ ആള് ഈസ് റിയലി ഫ്രസ്ട്രേറ്റഡ്. മേ ബി ഇന്റർനാഷണൽ ബ്രേക്ക് ഹാസ് ഡൺ ബാഡ് തിങ് ഫോർ ഹിം എന്നൊരു ഫീൽ ഉണ്ട്. ഡോർട്ട്മുണ്ട് മാച്ചിൽ പുള്ളി തിരിച്ചു വന്നില്ലെങ്കിൽ ഇറ്റ്സ് എ സൈൻ ടു വറി ഫോർ ബാർസലോണ. കാരണം ഈ 2 മാച്ച് പിന്നെ ഓക്കെ, ബട്ട് ഡോർട്ട്മുണ്ട് മാച്ച് ഇസ് ക്രൂഷ്യൽ ഫോർ റഫീന. ആ മാച്ച് റഫീന പെർഫോം ചെയ്തില്ലെങ്കിൽ ഹാൻസി ഫ്ലിക്ക് മൈറ്റ് മേക്ക് സം കോൾസ് എന്നൊരു ഫീൽ ഉണ്ട്. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. സോ പോയിന്റ്സ് ടേബിൾ ഇപ്പം നോക്കാനായിട്ടാണെങ്കിൽ നമുക്കിപ്പം 4 പോയിന്റ്സ് ലീഡ് റയൽ മാഡ്രിഡിന്റെ മേലുണ്ട്. മിക്കവാറും കാര്യങ്ങൾ കൂടുതൽ ലാസ്റ്റ് മാച്ച് ഡേ വരെ പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ലെറ്റ്സ് സീ 2 ടീംസ് ഇനി പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതെ പോവുകയാണെങ്കിൽ മാഡ്രിഡ് മാച്ചിൽ ബാർസലോണ ജയിക്കുവാണെങ്കിൽ മേ ബി നമുക്ക് ടൈറ്റിൽ വിൻ ചെയ്യാം എന്നുള്ളൊരു സിറ്റുവേഷൻ. ഈവൻ ഒരു ഡ്രോ ആണെങ്കിലും ചിലപ്പോൾ വിൻ ചെയ്യാനായിട്ട് സാധിക്കും തോന്നുന്നു. അങ്ങനത്തെ ഒരു മാച്ച് 2 ടീമും പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാതെ ഇനി പോവുകയാണെങ്കിൽ. സോ ലെറ്റ്സ് സീ കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. അവിടുന്ന് നമുക്ക് മറ്റ് കുറച്ച് മാച്ചുകളൊന്നും ടച്ച് ചെയ്യാനായിട്ടാണെങ്കിൽ ഇന്നലെ ആർസണൽ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു വുഡ്സൺ പാർക്കിൽ ചെന്നിട്ട് 1-1 സമനില എവർട്ടനുമായിട്ട് വഴങ്ങി. സോ ക്രൂഷ്യലായിട്ടുള്ള 2 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തു. ഐ തിങ്ക് ടൈറ്റിൽ റേസിൽ എന്തായാലും അവരില്ല, കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയി ലിവർപൂളിന് ഇന്ന് ജയിക്കുവാണെങ്കിൽ ഇപ്പം 11 പോയിന്റ് ഗ്യാപ്പാണ്, ഇന്ന് ജയിക്കുവാണെങ്കിൽ 14 പോയിന്റ്സ് ഗ്യാപ്പാക്കാം. സോ അതിലൂടെ നമുക്ക് ലാസ്റ്റ് എന്ന് പറയാം പോയിന്റ്സ് ടേബിൾ വെച്ച്. അതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആസ്റ്റൺ വില്ല ഇന്നലെ 2-1 വിക്ടറി നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെ അഗേൻസ്റ്റ് നേടി. ക്രൂഷ്യൽ വിക്ടറി, ടോപ്പ് 4 റേസിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിക്ടറി ആയിരുന്നു അത്. സോ 2-1 ഒരു വിക്ടറി നേടി. ക്രിസ്റ്റൽ പാലസ് നമ്മൾ നോക്കാനായിട്ടാണ് 2-1 ഒരു വിക്ടറി ബ്രൈറ്റണെ നേടി. ബ്രൈറ്റണെ ടോപ്പ് 4 ഹോപ്സ് ഏകദേശം മങ്ങുന്ന ലക്ഷണമാണ്. ഇന്നലെ ഒരു സിറ്റുവേഷനിൽ ലാസ്റ്റ് സെക്കൻഡ് ഹാഫിലെ ആഡ് ഓൺ ടൈമിൽ 9 പേരുമായിട്ടാണ് നമ്മൾ നോക്കാനായിട്ടാണ് ക്രിസ്റ്റൽ പാലസ് കളിച്ചത്. 2-1 ലീഡും വെച്ച്. സോ അവർ ഹോൾഡ് ഓൺ ചെയ്തു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ സിരിയയിൽ ഇന്നലെ ക്രൂഷ്യൽ ആയിട്ടുള്ള 2 പോയിന്റ്സ് ഇന്റർ മിലാൻ ഡ്രോപ്പ് ചെയ്തു. 2 ഗോൾ ലീഡ് എടുത്തതാണ് പാർമ എവേ ചെന്നിട്ട്. ബട്ട് ഇന്റർ മിലാൻ സെക്കൻഡ് നമ്മൾ മിക്കപ്പോഴും കാണാറുണ്ട്, മിക്കപ്പോഴും ഫസ്റ്റ് ഹാഫിൽ 2 ഗോൾ അടിക്കുക, സെക്കൻഡ് ഹാഫിൽ പ്രോപ്പറായിട്ട് ഗെയിം മാനേജ് ചെയ്യുക, 2-0 വിക്ടറി എല്ലാം എടുത്തുകൊണ്ട് പോകുക. പക്ഷെ പാർമ സ്ക്രിപ്റ്റ് ഒന്ന് മാറ്റി അവന്മാരെ 2-2 സെക്കൻഡ് ഹാഫിൽ 2 ഗോൾ തിരിച്ചടിച്ചൊരു കംബാക്ക് നടത്തി. കംബാക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ അപ്പുറത്ത് AC മിലാൻ ഒരു കംബാക്ക് നടത്തി. ഫ്യോറന്റീനയ്ക്ക് അഗേൻസ്റ്റ് 2-0 പുറകെ 10 മിനിറ്റിനുള്ളിൽ തന്നെ തിയാവുവിന്റെയും ആൻഡ് കീൻ കാനോട്ട് സ്റ്റോപ്പ് സ്കോറിംഗ് ഗോൾസ് ബ്രോ. പുള്ളി വീണ്ടും ഗോൾ സ്കോറിംഗ് ഫോം കണ്ടിന്യൂ ആണ്. 2-0 ആക്കി 10 മിനിറ്റിനുള്ളിൽ തന്നെ. പക്ഷെ പിന്നീട് 2 ഗോളുകൾ ടാമി എബ്രഹാമും അതുപോലെ തന്നെ ജോവിച്ചും ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് 2-2 ആക്കി മിലാൻ കളം വിട്ടു. സോ നിങ്ങളിപ്പം പോയിന്റ്സ് ടേബിൾസ് നമ്മൾ 2 ലീഗിനെ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം സിരിയയില് 4 പോയിന്റ് ഗ്യാപ്പാണ് നാപ്പോളിയും ഇന്റർ മിലാനും തമ്മിലുള്ളത്. അത് ഇന്ന് നാപ്പോളി ജയിക്കുവാണെങ്കിൽ അത് 1 പോയിന്റ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ആൻഡ് ഇന്റർ മിലാൻ യൂറോപ്യൻ കോമ്പറ്റീഷനും ഉണ്ട്, അത് നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പുറത്ത് പ്രീമിയർ ലീഗിന്റെ സിറ്റുവേഷൻ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ പ്രീമിയർ ലീഗിൽ ഇപ്പം കാണാം ഇന്നത്തെ മാച്ച് ലിവർപൂളിന് ജയിക്കുവാണെങ്കിൽ 14 പോയിന്റ് ലീഡാക്കാം എഗെയിൻസ്റ്റ് ആർസണൽ. ആൻഡ് ആസ്റ്റൺ വില്ല സിറ്റിയോടൊപ്പം ലെവൽ ഓൺ പോയിന്റ്സ് ആയിട്ടുണ്ട്. 6ാം സ്ഥാനത്ത് ഇപ്പം കിടപ്പുണ്ട്. സിറ്റി 5ാമതാണ്. ഇന്ന് മാഞ്ചസ്റ്റർ ഡെർബിയാണ്. ലെറ്റ്സ് സീ അതായത് ആസ്റ്റൺ വില്ല വീണ്ടും ഒരു ടോപ്പ് 4 പുഷ് ചെയ്യുവാണോ. മേ ബി 5th സ്പോട്ട് എത്തിയാലും ദർ ഇസ് എ പോസിബിലിറ്റി ടു റീച്ച് ദ ചാമ്പ്യൻസ് ലീഗ്. സോ നമുക്ക് നോക്കാം. ചെൽസിയുടെ കാര്യം ഒട്ടും ഗ്യാരണ്ടീഡ് അല്ല. ന്യൂകാസിലും ആസ്റ്റൺ വില്ലയും
അതായത് ന്യൂകാസിൽ, ആസ്റ്റൺ വില്ല, ചെൽസി, സിറ്റി ഈ 4 ടീമിന് വേണ്ടി 4th and 5th സ്പോട്ടിന് വേണ്ടി ഈ 4 ടീം തമ്മിൽ നല്ല കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട്. ലെറ്റ്സ് സി. അവിടെ നമ്മൾ നേരെ ബുണ്ടസ്ലീഗയുടെ കാര്യം നോക്കാനായിട്ടാണെങ്കിൽ കഴിഞ്ഞ ദിവസം 3-1 ഓക്സ്ബർഗിനെ തോപ്പിച്ചിരുന്നു. നമ്മൾ നോക്കാനായിട്ടാണ് ബയൺ മ്യൂണിക്. പക്ഷേ ആ മത്സരത്തിൽ മുസിയാലയ്ക്ക് ഒരു ഹാംസ്ട്രിങ് ഇഞ്ചറി വരികയും സീസൺ ഈസ് ഓൾമോസ്റ്റ് ഓവർ ഫോർ എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബൊറുസിയ ഡോർട്ട്മണ്ട് ഫ്രൈബർഗിനെ 4-1 എവേ എന്ന് തോപ്പിച്ചിട്ടുണ്ട്. സോ ഇതിന് മുമ്പത്തെ മാച്ച് അവർ 3-1 ജയിക്കുകയും ചെയ്തിരുന്നു. സോ ലെറ്റ്സ് സി. നമ്മളിപ്പോൾ ബുണ്ടസ്ലീഗ ടേബിൾ നോക്കാനായിട്ടാണെങ്കിൽ 6 പോയിന്റ് ഗ്യാപ്പാണ് ലെവർകൂസനും ബയൺ മ്യൂണിക്കിനും ഇടയിലുള്ളത്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഇപ്പം ടോപ്പ് 4 കണ്ടൻഷനിൽ എന്തായാലും ആസ് ഓഫ് നൗ ബൊറുസിയ ഡോർട്ട്മണ്ട് ഇല്ല. സോ അവർക്ക് ചാമ്പ്യൻസ് ലീഗാണ് അവരുടെ ലക്ഷ്യം. മേ ബി നെക്സ്റ്റ് ഇയർ ചാമ്പ്യൻസ് ലീഗ് കളിക്കണമെങ്കിൽ ചാമ്പ്യൻസ് ലീഗ് അടിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനാണ് ഇപ്പം ബൊറുസിയ ഡോർട്ട്മണ്ട് ഉള്ളത്. നെക്സ്റ്റ് ബാർസലോണ മാച്ചുമാണ് വരുന്നത്. നമുക്ക് നോക്കാം. അപ്പുറത്ത് PSG ഒരു കാര്യം പറയണം. PSG റേഞ്ചേഴ്സിനെ റേഞ്ചേഴ്സിന് PSG 1-0 ഏത് ടീമായിരുന്നു കിട്ടുക. 1-0 PSG ഒരു വിക്ടറി, ഡെസറഡു നേടിയ ഗോളിൽ 1-0 ഒരു വിക്ടറി ആയിട്ട് അവർ ലീഗ് ഉറപ്പിച്ചിട്ടുണ്ട്. 22nd നിൽക്കുന്ന മൊണോക്കോയുടെ മേൽ 24 പോയിന്റ് ലീഡ് ഇപ്പം PSG ആയിട്ടുണ്ട്. സോ അവർ ഉറപ്പിച്ചു. എവറിത്തിങ് ഈസ് ഡൺ. ലീഗ് എന്തായാലും അവരുടെ കയ്യിലായി. അവരെന്തായാലും സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്തു. സോ ഇനി ചാമ്പ്യൻസ് ലീഗാണ്. ലൂയിസ് എൻറിക്ക് ഒരു 1.5 പോക്കാണ് പോകുന്നത്. കൂപ്പ് ഡി ഫ്രാൻസ് ഫൈനലുണ്ട്. പിന്നെ ഫ്രഞ്ച് കപ്പ് ആ ഒരു സംഭവം അവർ അടിക്കുകയും ചെയ്തു. ആൻഡ് ഇപ്പോൾ ആസ് ഓഫ് നൗ ചാമ്പ്യൻസ് ലീഗിൽ സെമി ഫൈനലിലോട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് അവർ കളിക്കാനായിട്ട് പോകുന്ന ആസ്റ്റൺ വില്ലേനെയാണ് ക്വാർട്ടർ ഫൈനലിൽ. സോ ലെറ്റ്സ് സി കാര്യങ്ങൾ എങ്ങനെ പോകുന്നു. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ പറയാനായിട്ടുള്ളതെന്ന് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതിലേക്കും ബൈ.